നമ്മൾ നേരിട്ട് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ വലിയ തോതിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടിയിട്ടുണ്ട്. പ്രതിഷേധവുമായി അവരവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. PC വിശ്വനാഥ്, പാലോട് രവി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇന്ന് പകൽ മുഴുവൻ കണ്ടത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്നും കാണാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ആരുടെ വാഹനമാണ് ഇപ്പോൾ ജയിലിനകത്തേക്ക് കടത്തിവിടുന്നത്? എന്താണ് വിവരങ്ങൾ? ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരും. ഒരു വാഹനം ഇപ്പോൾ ജയിലിനകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ വാഹനമാണോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ജയിലിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, ഒരു വാഹനം കടത്തിവിടുന്നത് കണ്ടു. അത് ആരുടെ വാഹനം? അവയോട് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് PC വിശ്വനാഥിന്റെ വാഹനമാണ്. അദ്ദേഹമാണ് അകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തലിനെ സന്ദർശിക്കാനായി എത്തിയത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ ഈ നേതാക്കളുടെ വാഹനം കടത്തിവിടാൻ പോലീസ് ഒരു വിമുഖത കാണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ മുൻപിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യം ഏകപക്ഷീയമായി പോലീസ് ചില കാര്യങ്ങൾ ചെയ്യുന്നു, മാത്രമല്ല നേതാക്കൾ ഉൾപ്പെടെ വന്നിട്ട് കൂടി അവരെ കടത്തിവിടാനുള്ള ഒരു മാന്യത, ഒരു രാഷ്ട്രീയ മര്യാദ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ ജയിലധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. അതെന്ത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉയർത്തുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിനകത്തേക്ക് പോയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തലിനെ സന്ദർശിക്കാൻ അവർ തിരിച്ചെത്തിയ ശേഷം പ്രതികരിക്കാം എന്നുള്ള വിവരമാണ് അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ വേണം നമ്മൾ സൂചിപ്പിച്ചത് രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം DYFIയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ തരത്തിൽ ന്യായീകരിക്കുകയും അതേസമയം യൂത്ത് കോൺഗ്രസും അത് ചെയ്യുമ്പോൾ അതിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തുകൊണ്ട് എതിർക്കുന്ന രീതി, അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ ഈ ഘട്ടത്തിലെ പ്രതിഷേധം എന്നുള്ളത്. VD സതീശൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അതേ കാര്യം തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം, അതായത് സെക്രട്ടറിയുടെ അടക്കം മുൻപും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രതിഷേധത്തിന് കലാപാഹ്വാന ശ്രമത്തിന് കേസെടുക്കുന്നു. മാത്രമല്ല അതൊരു പടി കൂടി കടന്നുകൊണ്ട് പോലീസിനെ അതിക്രമിക്കൽ, ജാമ്യമില്ലാ വകുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കുന്നു. കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള എതിർപ്പ്, അവരുടെ വാദമടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുമ്പോൾ ആരോഗ്യസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നടക്കമുള്ള ഷഫീദിലേക്ക് വരാൻ വിവരങ്ങൾക്കായി ഇപ്പോൾ ഒരു വശത്ത് പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ കാസർഗോഡ് എന്നുള്ള ദൃശ്യങ്ങളാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.